ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മഴക്കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, കോഴി വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയാം കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പരിസരം വൃത്തിയാവുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആങ്ങളുടെ കല്യാണമൊക്കെ ആയിരുന്നു, ഞാൻ അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വെള്ളം വീണത്, മഴ പെയ്ത് വീണതൊന്നും വെട്ടിവിടാനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് പരിസരം മൊത്തവും വൃത്തികേടായി കിടക്കുക. മേളിൽ നമ്മൾ ടാർപ്പ ഇട്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെ കുറച്ച് കോഴികളെ നമ്മളിങ്ങനെ വീട്ടിൽ അഴിച്ച് വിട്ട് വളർത്തുന്ന സൈസ് കോഴികളുണ്ടായിരുന്നു. അവരും താറാവും എല്ലാം കൂടെ നടന്ന് പരിസരം മൊത്തവും വൃത്തികേടാക്കി. താറാവും കൂടെ കോഴികളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? താറാവ് വെള്ളം കണ്ടാൽ ഉടനെ അതിനകത്ത് പോയി തലയിട്ട് അത് വൃത്തികേടാക്കും. വെള്ളം താറാവിനെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ ശല്യം ചെയ്യും. അപ്പോൾ ഞാൻ ഈ തിരക്കിലൊക്കെ പെട്ടുകൊണ്ട് ഇതൊന്നും വെട്ടിവിടാനോ വെള്ളം എടുത്ത് കളയാനോ മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതൊന്നും കളയാനോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് കണ്ടോ, ഇവിടേക്ക് എനിക്ക് കാല് ചവിട്ടാൻ പറ്റാത്ത പോലത്തെ ചെളിയും അങ്ങ് എന്താ പറയുന്നത്, ഒട്ടും എനിക്ക് പറ്റുന്നില്ല. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും കോഴിയെ വളർത്തിയതിൽ എനിക്ക് പറ്റിയൊരു അക്കിടിയായത് കേട്ടോ. കാരണം ഇത്രയും നാളും കോഴിയൊക്കെ വളർത്തി ഈ ജീവജാലങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിലും പരിസരമൊന്നും ഇത്രയും വൃത്തികേടായിട്ടില്ല. ഞാൻ ഏറ്റവും ഹൈജീനിക്കായിട്ട് ഇട്ടിരുന്ന കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൃത്തിക്കിടും. കാരണം നമ്മുടെ പരിസരത്തൊക്കെ വീടുകളുണ്ട്, അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവരുത്, സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവരുത്. അതായത് കോഴിക്കാഷ്ടമൊക്കെ വീണാൽ തന്നെ അത് അന്നേരം തന്നെ അത് ക്ലീൻ ചെയ്ത് അത് വാരി കൊണ്ട് നമ്മുടെ മേളിൽ നമുക്ക് റബ്ബറൊക്കെ ഉണ്ട്, അതിനൊക്കെ ഇടുകയും വളമായിട്ട് പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കുക, അങ്ങനെയെല്ലാം ചെയ്തതുണ്ട്. ഞാൻ ആ കോഴിക്കൊണ്ട് അടിഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ തേച്ചിട്ടിരിക്കുന്നതാണ്. അവിടോട്ട് കോഴിക്കാഷ്ടം വീഴും, ഞാനത് ഇച്ചിരി ചാരമൊക്കെ ഇട്ട് തൂത്തുവാരിക്കൊണ്ട് അങ്ങ് കളയും. അങ്ങനെയാണ് കോഴികളെ പോലും ഭയങ്കര വൃത്തിക്ക് നിർത്തിയെടുത്ത്. ഈ മഴ അങ്ങോട്ട് കാഷ്ടം പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. മഴ പെയ്തപ്പോൾ ഈ താറാവ് ചെയ്തൊരു ക്രൂരത. താറാവെല്ലാം കൊണ്ട് എന്ത് ചെയ്യുന്നറിയാം, ഈ വെള്ളം കെട്ടിക്കിടന്നിടം മൊത്തവും അങ്ങ് വൃത്തികേടാക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇനി ഇതിന് വേണമെന്ന് എന്തെങ്കിലും വഴി ചെയ്യണം. കാരണം ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ മഴക്കാലമല്ലേ, മഴക്കാലം ആകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ. അതുപോലെ തന്നെ മഴക്കാലമായതുകൊണ്ട് ഇവർക്ക് വെള്ളം കൊടുക്കുന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. തിളപ്പിച്ചാറിച്ച വെള്ളം ഇച്ചിരി മഞ്ഞളൂടൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇവർ കൂട്ടി തന്നെ ഇരിക്കുന്ന നമ്മുടെ BB3 കോഴികളാണ്. അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം കൊടുക്കാതിരിക്കരുത്. മഴയാണെന്ന് കരുതി വെള്ളം കൊടുക്കാതിരിക്കില്ല, വെള്ളം ആവശ്യത്തിന് കൊടുക്കുക. പക്ഷെ അത് കുറച്ച് വൃത്തിക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ഇച്ചിരി മഞ്ഞളൂടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതേപോലെ മറ്റൊരു കാര്യം കൂടെ പറയാം, നിങ്ങളുടെ പരിസരം മാക്സിമം വൃത്തിക്ക് സൂക്ഷിക്കുക. ചൂട് സമയത്ത് പാമ്പിൻ്റെ ശല്യം ഉള്ള പോലെ തന്നെ മഴക്കാലത്ത് ഇത് ശല്യം ഉണ്ടാവാൻ സാധ്യതയാണ്. കാരണം ഇച്ചിരി ഇടയൊക്കെ നനയാതെ ഇച്ചിരി ചൂട് പിടിച്ചിരിക്കുന്ന ഇടമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഈ കോഴിയുള്ള സൈഡിൽ എന്തൊക്കെ പറഞ്ഞാലും പാമ്പിൻ്റെ ശല്യം ഉണ്ടാവും. ഈ മുട്ട പിറക്കി തിന്നാനും അതിനും ഇതിനും ഒക്കെ പാമ്പിറങ്ങും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക മഴയത്തൊക്കെ ഇറങ്ങുക. അതുപോലെ തന്നെ നമ്മളും മഴയത്തിറങ്ങുമ്പോൾ ഈ വളം കടിക്കുകയും വളം കടിക്കുകയും ഇത് ഇങ്ങനെ ചള്ള കുത്തി ഇട്ടേക്കുമല്ലേ, അപ്പം വളം കടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് നല്ലതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാം. അപ്പം ചോദിക്കും, നീ ഇത് ശ്രദ്ധിക്കാതെ. സത്യം കേട്ടോ, എനിക്ക് പറ്റിയില്ല ശ്രദ്ധിക്കാൻ, എനിക്ക് അബദ്ധം പറ്റിയതാണ്. പറഞ്ഞില്ലേ, ആങ്ങളയുടെ കല്യാണമായിരുന്നു, അതിൻ്റെ തിരക്കിൽ പെട്ട് എന്തായാലും ഇത്രയൊക്കെ ആയി. എന്തായാലും മഴക്കാലം ആയതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ ഒരു ആശ്വാസമുണ്ട്. വസന്ത രോഗങ്ങളൊന്നും ഇങ്ങനെ വരത്തില്ല, കോഴികളൊക്കെ കൂട്ടത്തോടെ ചത്തുപോകുന്ന രോഗമൊന്നും വരില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ചൂട് സമയത്ത് ഒരുപാടിടത്ത് അങ്ങനെ ചത്തുപോയെന്നൊക്കെ പറയുന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടിൻ്റെ അടുത്ത് ഒത്തിരി കോഴികൾ ചത്തുപോകാത്തതിനെയൊക്കെ വന്ന് പഞ്ചായത്തിൽ നിന്നോ ഹെൽത്തിൽ നിന്നൊക്കെ വന്ന് കൊന്നു കളഞ്ഞെന്നും പറയുന്നു കേട്ടോ. കാരണം അസുഖമുള്ള ഏരിയ ആയതുകൊണ്ട് പടരുമോ എന്ന് പേടിച്ചിട്ട്. പക്ഷെ നമുക്കിവിടെ അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ലായിരുന്നു. കോഴിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നവരെല്ലാം ഭയങ്കര അടിപൊളി ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. തീറ്റയൊക്കെ കഴിച്ചെല്ലാം കണ്ടോ. അഴിച്ചു വിടുന്നവരെ ഓർത്തിട്ടാണ് എനിക്ക് ഏറ്റവും അധികം സങ്കടം. ഇവർക്ക് കയറി നിൽക്കാനും എടുക്കാനും ഒക്കെ സ്ഥലമുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവർ കയറി നിൽക്കത്തില്ല. മഴ നനഞ്ഞിങ്ങനെ അങ്ങ് നടക്കും. കാരണം ഇവർക്കതൊരു രസമാണ്, ഇങ്ങനെ മഴ നനഞ്ഞ് നടക്കുന്നത്. ഇവർ ചൂട് ഇത്രയും സഹിച്ചിട്ട് പെട്ടെന്ന് മഴ കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷമായിരിക്കും എന്തായാലും. പക്ഷേ ഇവർക്ക് അസുഖങ്ങളുണ്ടാകുമോ എനിക്ക് പേടിയാണ്. കഫക്കെട്ടും പനിയൊക്കെ ഉണ്ടാകുമോ എന്നുള്ള എൻ്റെ ഒരു പേടി കൊണ്ടാണ് പിന്നെയും ഞാൻ ഈ കിടന്ന് അലയ്ക്കുന്നത്. അവർക്ക് കയറി നിൽക്കാനാണെങ്കിൽ കോഴിക്കൂടിൻ്റെ അടിയും ആട്ടുംകൂടിൻ്റെ അടിയും അതുപോലെ തന്നെ കുറച്ചിടത്ത് നമ്മൾ ടാർപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെയൊക്കെ വേണമെങ്കിൽ കയറി നിൽക്കാം.
പക്ഷേ ഇതുങ്ങൾ കയറി നിൽക്കത്തില്ലെന്ന് തോന്നുന്നു. നമ്മളുടെ വീഡിയോ ഒരുപാട് ദിവസമായി വന്നിട്ടല്ലേ, എന്നെ ആരും തിരക്കിയില്ലല്ലോ. ഷോർട്സൊക്കെ നമ്മൾ എന്നും ഇടുന്നുണ്ട്, പക്ഷേ ലോങ് വീഡിയോ ഒത്തിരി ദിവസമായല്ലേ വന്നിട്ട്. ഞാൻ ഓർത്ത് നിങ്ങൾക്കൊക്കെ ബോറടിക്കുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്നും ഈ കോഴി 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 മറ്റേന്ന് വെച്ചാൽ പശുക്കളുടെ ആടിൻ്റെ എല്ലാ ജീവജാലങ്ങളുടെയും നമ്മൾ വീഡിയോ കാണിക്കാറുണ്ട്. ഇപ്പോൾ കൂടുതലും ഫോക്കസ് കോഴികളുടെ മാത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നെന്നൊക്കെ കരുതിയാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ വീട്ടുവിശേഷങ്ങളും ഞാൻ ഈ പറയുന്ന കൊച്ചു കൊച്ചു കഥകളും ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റായിട്ട് പറയണം കേട്ടോ. വീഡിയോ ഒക്കെ ഡെയിലി ഇട് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇട്ടും കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്ക് കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കുന്നത്. അപ്പം 4 മണി സമയമായി. എനിക്കിന്ന് 2 വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്ന് എന്തായാലും മഴ നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്ന് ഞാൻ ഓർത്തൊന്ന് നനഞ്ഞിറങ്ങി നിന്ന് അവിടെ എല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി വിടാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ മേളിൽ നിന്ന് തിരയുടെ മണ്ടയ്ക്ക് ഒന്ന് ഒഴുകി വരുന്നുണ്ട്, അതൊക്കെ പിടിച്ച് അവിടെയൊക്കെ ഒന്ന് കഴുകി വിടാമെന്ന് കരുതി. കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുപോലെ വൃത്തികേടാണെന്നേ. എനിക്ക് ഭയങ്കര വിഷമം ഇതെല്ലാം കണ്ടിട്ട്. കാരണം ഇത്രയും വൃത്തികേടായിട്ട് ഞാൻ ഒരിക്കലും ഇട്ടിട്ടില്ല എൻ്റെ പ്രദേശം. നിങ്ങളിത് കണ്ടോ? ഇവിടെ എല്ലാം കണ്ടോ? എനിക്ക് ഇവിടെ നിന്ന് കാല് ചവിട്ടാൻ പോലും പറ്റത്തില്ല, അതേപോലെ വൃത്തികേടാക്കി കളഞ്ഞു. കാരണം മഴ പെയ്തപ്പോഴത്തേന് വെള്ളം അവിടെ എവിടെയും കെട്ടി നിന്നു. കാരണം നമ്മളിത് ഈ തോട് സൈഡ് കെട്ടിയെടുത്തതല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. നേരത്തെ ഇങ്ങനെ കെട്ടിയിട്ടില്ല, അത് കെട്ടിയെടുത്തിട്ട് പുതിയ മണ്ണിട്ടതാണ്. അപ്പോൾ ഈ ചള്ള ഈസി ആയിട്ട് ഇവർക്ക് കുത്തി ഇളക്കാൻ പറ്റി, അതാ പറ്റിയത്. കണ്ടോ ഇതുപോലെ ഈ ആട്ടിൻകൂടിൻ്റെ കീഴിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കയറി നിൽക്കാൻ നനയാതെ, പക്ഷെ അവർ ചെയ്യത്തില്ല. മഴ പെയ്യുന്നുണ്ടോ, കണ്ടോ, മഴ പെയ്യുന്നുണ്ടോ ഇങ്ങനെ ഇറങ്ങി ഓടും. അതവർക്കൊരു രസമായിട്ട് അവർ കണ്ടേക്കും, ഇങ്ങനെ മഴ നനഞ്ഞ് നടക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുകയും ആ ബെല്ലൈക്കനോടൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യണം. നമുക്ക് രാത്രി ലൈവൊക്കെ ഉണ്ട് കേട്ടോ, 10:30 തൊട്ട് എന്നും ലൈവുണ്ട്. ലൈവൊക്കെ ഒന്ന് വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കോഴിമക്കളെല്ലാവരും നനഞ്ഞ് ഇതിലേ നടക്കുക കേട്ടോ. ഇവരുടെ തീറ്റയൊക്കെ നല്ല രീതിയിൽ നമ്മൾ, അതായത് മുട്ടക്കോഴിയുടെ തീറ്റയാണ് മേടിച്ച് കൊടുക്കുന്നത്. അതൊക്കെ കഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മൃഗാശുപത്രിയിൽ പോയി മരുന്നുകളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് ഇവർ ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് ഈ മഴ നനയുന്നതിനകത്ത് ഒരു പേടിയുണ്ട്. കാരണം മഴ നനയുന്ന കാരണത്താൽ ഇവർക്ക് പനി വല്ലതും വരാൻ സാധ്യതയുണ്ടോ? ഈ ഒരാൾക്ക് പനി പിടിച്ചാൽ ഉണ്ടല്ലോ, ഇവരെ മൊത്തത്തിൽ നമുക്ക് പിന്നെ അങ്ങ് ഡൗൺ ആവും, മാറ്റിക്കിടണം. അതിന് പ്രത്യേകിച്ച് ഫീഡ് ചെയ്യണം. ഇപ്പം കഴിച്ചില്ലെങ്കിൽ നമ്മൾ വാരി കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടേ. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും സങ്കടമൊക്കെ വരും. അതുകൊണ്ട് ഈ മാക്സിമം ഞാൻ ഇവർക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കും കേട്ടോ. ഇതുകൊണ്ടോ മൊത്തത്തിൽ ചള്ള കുത്തി അങ്ങ് ഇളക്കി. ഇതുപോലെ കെട്ടിക്കിടന്ന വെള്ളമെല്ലാം ഇവർ പോയി കുത്തി ഇളക്കിയത്. ഭയങ്കര സങ്കടമായിപ്പോയി. ഇവർക്ക് ഇവിടോട്ടൊക്കെ വന്ന് വേണമെങ്കിൽ നിൽക്കാവുന്നേ. ഇത് ഉണങ്ങിയ സ്ഥലം കണ്ടോ, ഇവിടെ മണ്ണിൽ കുളിക്കാൻ ഞാൻ എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കോഴിയായാൽ മണ്ണിൽ കുളിക്കണം അല്ലേ, അതിന് മണ്ണിൽ കുളിക്കാനുള്ള പൊഴിമണ്ണൊക്കെ വാരിക്കൊണ്ടിട്ടേക്കുന്നുണ്ട്. ഇതൊക്കെ വേണേൽ ഇവിടെ കുളിച്ച് നനച്ചൊക്കെ ഇവർക്ക് ഇവിടെ ഇരിക്കാം. പക്ഷേ ഈ മഴ നനഞ്ഞിറങ്ങേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പക്ഷേ ഇവർ പറഞ്ഞാൽ കേൾക്കത്തില്ല, മഴ നനഞ്ഞിറങ്ങും കേട്ടോ. പക്ഷേ കോഴികളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എൻ്റെ കോഴിപ്പിള്ളേരല്ലേ ഇങ്ങനെ നടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 ഒറിജിനൽ നാടൻ കോഴിയെ മേടിച്ചെന്ന്. അത് ഇതുവരെ അടയിരുന്നില്ല. ഇപ്പോൾ 7 മാസത്തോളം ആവുന്നതിനെ മേടിച്ചിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണേ. 7 മാസമായി മേടിച്ചിട്ട്.